മലയാള സിനിമയിൽ നല്ല സൗന്ദര്യമുള്ള ഒരു നടന്റെ പേര് പറയാൻ പറഞ്ഞ പെൺകുട്ടികൾ കണ്ണുടച്ച് പറയുന്ന ഒരു പേരുണ്ട്. നമസ്കാരം, ഞാൻ ഉണ്ണി മുകുന്ദൻ വിത്ത് റേഡിയോ മാംഗോ 91.9. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈശ്വര ഈ സൗന്ദര്യം ഒരു ശാപമായി പോയല്ലോ എന്ന്? സൗന്ദര്യം കൊണ്ട് മാത്രം മുന്നോട്ട് പോകണ്ട എന്നൊരു ആഗ്രഹമുണ്ട്. ടുമോറോ ഇതൊക്കെ ഈ സൗന്ദര്യമൊക്കെ പോവും. ഞാൻ അതിനെ എന്താ ഒരാൾ അതിനെ കുറിച്ച് എന്താ പറയാ, ലൈക്ക് സമ്മൺ ഇസ് ജസ്റ്റ് ബി ലക്കി, ഓക്കെ ഫൈൻ, ആൾക്കാർക്ക് ഇഷ്ടമാണ്. എന്ത് പോയി ക്ഷമി. ആരെങ്കിലും പറയാറുണ്ടോ പെൺകുട്ടികളെ നോക്കി ക്യൂട്ടാന്ന് പറയണ പോലെ, അയ്യോ ഈ പയ്യന് എന്തൊരു ക്യൂട്ടാന്ന്? അല്ല, എന്നെ മുഖത്ത് നോക്കിയിട്ട് ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഓൺലി ഞാൻ ഈ റേഡിയോസ് അല്ലെങ്കിൽ ഇന്റർവ്യൂസിലൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങളെ പോലെ ആർജേസ് ഒക്കെ ഫ്രണ്ടിലിരുന്ന് ഇങ്ങനെ പറഞ്ഞോണ്ടെങ്കിൽ നമ്മളിങ്ങനെ എന്താ ചെയ്യാ. അല്ല, ആരും മുഖത്ത് നോക്കിയിട്ടേ പറയുള്ളൂ, കാരണം ശരീരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ക്യൂട്ട്നെസ് ഒക്കെ പോവും. ചോദിക്കട്ടെ, ഒരു സുന്ദരൻ എന്ന് വിളിക്കുന്നതാണോ ഇഷ്ടം, അതോ ആളൊരു മാച്ചോ ആണ് കേട്ടോ എന്ന് വിളിക്കുന്നതാണോ ഇഷ്ടം? ഇത് ഓക്കെയാണ്, ആരെന്ത് വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു പൊതുവെ ആൾക്കാർ പറയുന്നത് മാസ്കുലൈൻ ഫീച്ചേഴ്സ് ഉള്ള മുഖമല്ല, പക്ഷെ ശരീരം കുറച്ചിങ്ങനെ ബിൽട്ട് ഉള്ളതുകൊണ്ട് ആൾക്കാർ രണ്ടും മാച്ചോ ആണ്, ഹാൻസം ആണ് ഇങ്ങനെ പറയുമ്പോൾ ഒരു രസമുണ്ട് കേൾക്കാൻ. പറ്റും, ഞാൻ അതിനെ കൂടുതലായി ഫോക്കസ് ചെയ്യാറില്ല. റോഡിൽ ഇങ്ങനെ നല്ല ബ്ലോക്കിൽ പെട്ട് കിടക്കുമ്പോഴേ സൈഡില് മതിലൊക്കെ വലിയ സിനിമ പോസ്റ്റേഴ്സ് ഒക്കെ വായിക്കാൻ നല്ല രസമാണ്, എന്റർടൈൻമെന്റ് ആണല്ലോ. അങ്ങനെ നോക്കിയപ്പോൾ ഈ 2016 എന്നെ ഞെട്ടിച്ചൊരു സിനിമ പോസ്റ്റർ ഉണ്ട്. അതിന്റെ വാചകം എങ്ങനെയായിരുന്നു: 2016 ആദ്യത്തെ ക്ലീഷേ പടം. എഴുത്തിന് താഴെ ഒരു നായകൻ നല്ല സ്റ്റൈലായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും ഒരു സ്റ്റൈൽ ആയിട്ടോ അല്ലെങ്കിൽ ഒരിക്കലും എന്നെ ഇഷ്ടപ്പെടുന്നവർ ഒരിക്കലും ഒരു സ്റ്റൈൽ ഹീറോ എന്ന രീതിയിൽ കണ്ടിട്ടില്ല. നെവർ ഹാവ് ഗിവൻ എൻ ഐഡിയ ഓഫ് ബീങ് എ വെരി സ്റ്റൈലിഷ് ആക്ടർ. പക്ഷെ സ്റ്റൈലിഷ് ആക്ടർ അല്ലേ? ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചെറിയ രീതിയിലുള്ള ഒരു കുറച്ചും കൂടി ഗ്ലാമർ ഓറിയന്റഡ് കൈൻഡ് ഓഫ് ഡ്രസ്സിംഗ് ഒന്നും പറയാൻ പറ്റില്ല. സംതിങ് ഡിഫറെന്റ് അബൌട്ട് മീ ഈ സിനിമയിൽ. ഐ തിങ്ക് കുറച്ചും കൂടി ഫിറ്റ് ആയിട്ടുണ്ട് ഞാൻ ഈ സിനിമയിൽ. സോ അതിന്റെ ഒരു പോസിറ്റീവ് ഗ്ലോ അല്ലെങ്കിൽ വാട്ട് എവർ യൂസ് യു വർക്ക് ഔട്ട്, പൊതുവേ സ്കിന്നൊക്കെ ഗ്ലോ ചെയ്യും. ആൻഡ് അത് പിന്നെ ഞാൻ ഉപയോഗിച്ച കോസ്റ്റ്യൂം ഓഫ് ദിസ് ഫിലിം ഇസ് ലൈക്ക്, ഞാൻ ഇതുവരെ ടീഷർട്ട് അല്ലെങ്കിൽ ഒരു ജീൻസ് ആ രീതിയിൽ ആരും എന്നെ കണ്ടിട്ടില്ല ലൈക്ക് ഓൺ സ്ക്രീൻ. നോർമലി ഐ ഡു വെയർ ഓൾ ദോസ് തിങ്സ്, പക്ഷെ സ്ക്രീനിൽ അങ്ങനത്തെ ഒരു ഇമേജ് വരാത്തതുകൊണ്ട് എനിക്ക് ഡ്രമാറ്റിക്കലി ഒരു സ്റ്റൈലൈസ്ഡ് വേർഷൻ ഒന്നും കാണിക്കേണ്ടി വന്നില്ല. ഇറ്റ് വാസ് എ വെരി സിമ്പിൾ തിങ്. ഈ സിനിമയ്ക്ക് വേണ്ടി കുറെ ഹാർഡ് വർക്ക് നടത്തിയിരുന്നു. സിനിമ ഒരു ക്ലീഷേ മൂവിയാണ്. ഞങ്ങൾ പ്രൊമോഷൻസിൽ തന്നെ പറഞ്ഞിരുന്നു, ഭയങ്കര സംഭവം സിനിമയല്ല, ബട്ട് ഒരു വിഷ്വൽ എക്സ്ട്രാവഗൻസ് എന്ന് പറയില്ലേ, നമ്മുടെ സിനിമയിൽ കളറും ഫൈറ്റും ഡാൻസും പാട്ടും റൊമാൻസ് ഹ്യൂമർ ഇതൊക്കെയുള്ള ഒരു എന്റർടൈൻമെന്റ് സിനിമ. ആ പടത്തിനെ കുറിച്ചുള്ള അഭിപ്രായം ഞാൻ ഫേസ്ബുക്കിൽ കാണിച്ചു തരാം, പക്ഷെ വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. അങ്ങനെ വന്ന ഉടനെ കാണിക്കൊന്നുമില്ല, കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ബിൽഡപ്പ് ഒക്കെ കൊടുത്ത് നമുക്ക് നോക്കാം. ഇതെനിക്ക് ഉണ്ണി തന്നെ പറഞ്ഞൊരു കാര്യമാണ് ഈ പടത്തിലെ ക്ലീഷനെ കുറിച്ച്. അപ്പൊ നായകൻ നായികയെ കാണുന്നത് ഒരു ട്രാഫിക്കിൽ വെച്ചിട്ടാ. മഴ പെയ്യുന്നു, നായിക കാറിനകത്ത് നിന്ന് കൈ ഇങ്ങനെ ഇട്ടിട്ട് അല്ലെ ഒരു കുട്ടീനെ കാണുന്നു, അങ്ങനെയൊക്കെയുള്ള. ഇതെന്നെ മലയാള സിനിമയിൽ വരെ നമ്മൾ ഒത്തിരി കണ്ടിട്ടുള്ള ഒരു സീനാ. സത്യസന്ധമായിട്ട് പറയൂ, ജീവിതത്തിൽ ഇപ്പൊ 27 വയസ്സായെന്ന് പറഞ്ഞു, 28 വയസ്സായി. ഈ 28 വയസ്സിന്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും നമ്മുടെ ട്രാഫിക്കിൽ എപ്പോഴെങ്കിലും പോണ സമയത്ത് ഇതുപോലെ ഒരു നായികയെ കണ്ടുപിട്ടിട്ടുണ്ട്? മഴയത്ത് കണ്ടിട്ടില്ല, പക്ഷെ അങ്ങനെ കുറെ പെൺകുട്ടികൾ എറണാകുളത്ത് ഭയങ്കര സുന്ദരിയായ പെൺകുട്ടികളാണ്. ഗോഡ് നോസ്, ഡ്രൈവിംഗ് തന്നെ ബുദ്ധിമുട്ടായി പോകും. ആരാധികമാരൊന്നും കേൾക്കണ്ടാട്ടോ. ഇല്ല, സോ മെനി ബ്യൂട്ടിഫുൾ വുമൻ. എനിക്കുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് നോക്കിച്ചേ അവര് പിടിക്കാൻ പാടില്ല. അപ്പൊ ഞങ്ങളിങ്ങനെ ഭയങ്കര നൈസായിട്ട് ഇങ്ങനെ നോക്കി വണ്ടിയുടെ ഫ്രണ്ടിൽ വരെ ഞങ്ങൾ നോക്കും. പാസ്സായി കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കില്ല. നോക്കണമെന്നുണ്ട്, പക്ഷെ ഞാനൊരു നടനായി പോയില്ലേ. പീപ്പിൾ ഭയങ്കരമായിട്ട് പെട്ടെന്ന് ജഡ്ജ് ചെയ്ത് കളയും. ഇങ്ങനെ അയ്യോ അതിനെക്കാട്ടും നല്ലത്, ഓക്കെ ഫൈൻ. ഗോസിപ്പ് എന്നെ കുറിച്ച് അങ്ങനെ ഗോസിപ്സ് ഒന്നും വന്നിട്ടില്ല. ഇതൊരു ഗോസിപ്പ് ഒന്നല്ലോ. ഇതിപ്പോ ഞാൻ ഐ ഡോണ്ട് ഡിനൈ ഇറ്റ്. എന്റെ കൺമുന്നിൽ ഒരു നല്ല പെൺകുട്ടി വന്നു കഴിഞ്ഞാൽ ഐ ഹാവ് ടു സീ. ഞാൻ പറഞ്ഞല്ലോ, ഭംഗിയാണ് ആസ്വദിക്കുക, അത്ര തന്നെ. അതിന് ഞാൻ ഉപദ്രവിക്കാനൊന്നും പോയിട്ടില്ലല്ലോ. ജസ്റ്റ് ഐ ഡോണ്ട് പാസ് ലൂഡ് കമന്റ്സോ, ഞാൻ വിസിലടിക്കാറില്ല. അങ്ങനെ ഞാൻ കണ്ണുപൊട്ടണമെന്നല്ല, ഒരാൾ കണ്ണ്. He gained his weight for KL10, lost weight for style, improved his acting skills, and yes, he deserves a better recognition. ഈ ട്രോളിൽ പറഞ്ഞിരിക്കുന്ന ആളാണ് റേഡിയോ മാംഗോ സ്പോട്ട്ലൈറ്റിന്റെ ഹോട്ട് സീറ്റില് ഇന്ന് എന്റെ കൂടെ. ഉണ്ണിക്ക് ഒരു ആക്ഷൻ ഹീറോ ആയിട്ട് അറിയപ്പെടാനാണോ അതൊരു റൊമാൻറ്റിക് ഹീറോ ആയിട്ട് അറിയപ്പെടാനാണോ ഇഷ്ടം? റൊമാൻറ്റിക് ഹീറോക്ക് എപ്പോഴും ആക്ഷൻ ചെയ്യണമല്ലോ. നായികന് ആരെങ്കിലും ഉപദ്രവിച്ചു, അപ്പോൾ ആക്ഷൻ ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ ഒരു റൊമാൻറ്റിക് ഹീറോ നന്നായിട്ട് ആക്ഷൻ പുൾ ഓഫ് ചെയ്യാൻ പറ്റും. സോ എനിക്ക് എല്ലാം ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഇങ്ങനെ ഇന്ന സ്പെസിഫിക് ഒരു ഇതിലേക്ക് പോകണ്ട. പക്ഷെ യെസ്, എന്റെ USP പലരും പറയുന്നുണ്ട്, ആക്ഷൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിരിക്കട്ടെ. സിനിമയിലെ നായകനായിട്ട് മാത്രമേ അഭിനയിക്കുള്ളൂ എന്നുള്ള വാശി എന്തെങ്കിലും ഉണ്ടോ? അഭിനയിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഏറ്റവും ബെസ്റ്റ് എന്താ അത് തന്നെ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പൊ അതിലിപ്പോ ഒരു നായകനായിട്ട് നിൽക്കുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ഒരു റീച്ച് ഉണ്ടാക്കാം. സോ മെനി തിങ്സ്, ഒരു ഹീറോയ്ക്ക് കിട്ടുന്ന ലിവറേജ്. അതുകൊണ്ട് പിന്നെ ഞാൻ എന്റെ കരിയറിൽ നല്ല വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. സപ്പോർട്ടിംഗ് ക്യാരക്ടർ തുടങ്ങിയത് അങ്ങനെയാണ്. ബോംബെ മാർച്ച്, ഫയർമാനിലും ഷാജഹാനാണ്. ഡൺ ഗുഡ് റോൾസ്. ഐ തിങ്ക് എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല ഞാൻ ഇത് മാത്രമേ ചെയ്യുന്നു. ബട്ട്
താങ്ക് ഗോഡ് എനിക്ക് എന്നെ തേടി കുറെ ഹീറോ സെൻട്രിക് സിനിമകൾ വന്നിട്ടുണ്ട്. മൾട്ടി സ്റ്റാറർ ആയിരുന്നു കൂടുതൽ വിജയിച്ചത്. ഈ ഒരു പേരുദോഷം ചീത്തപ്പേരുണ്ടായിരുന്നു, ഇങ്ങനെ ഉണ്ണിക്ക് സോളോ ഹിറ്റ് ഇല്ല എന്ന് ഞാൻ കേട്ടോണ്ടിരിക്കും. നമ്മളെ കുറിച്ച് നല്ലതും ചീത്തയും എല്ലാം കേൾക്കുമല്ലോ. സോ ദിസ് വാസ് ഓൾവേസ് ഇൻ ദ മൈൻഡ്, ശരിയാണല്ലോ ഇതൊരു എനിക്ക് മാത്രം ഒരു സോളോ ഹിറ്റ് ഇല്ലല്ലോ എന്നൊരു സാധനം കേട്ട് ഇറ്റ് ഗെറ്റ്സ് ഇൻ യുവർ മൈൻഡ്. ബട്ട് സ്റ്റൈൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാനിപ്പോ ഫേസ്ബുക്ക് കഴിഞ്ഞ ഒരു 10 ദിവസമായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് അഡിക്റ്റഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഐ ഹാവ് ഗോട്ട് മോർ ദാൻ 10,000 പേഴ്സണൽ മെസ്സേജസ്. ഇങ്ങനെ അതിലൊരു 3,000-4,000 മെസ്സേജ് ഞാൻ റിപ്ലൈ ചെയ്തിട്ടുണ്ട്. മലയാള സിനിമയിൽ അങ്ങനെ ഒരു നടനൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇറ്റ്സ് ഓൾവേസ് ഗുഡ്. ഇത്രയും സമയം എടുത്തിട്ട് ഒരാൾ നമുക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഇറ്റ്സ് അറ്റ്ലീസ്റ്റ് ഒരു കർട്സി ലെവലിൽ ഞാൻ കാണുന്നു. അതിൽ ഒരാൾ റിപ്ലൈ അയച്ചില്ലെങ്കിൽ അത് തെറ്റുന്നല്ല, എല്ലാവരും ബിസിയാണ്. ഹോം ടു റിപ്ലൈ. ഇപ്പൊ ഞാൻ ഇരിക്കുമ്പോൾ ഫസ്റ്റ് ഹാൻഡ് കിട്ടുന്ന മെസ്സേജസ് എല്ലാം റിപ്ലൈ ചെയ്തു. ആൻഡ് ഐ വാസ് ഹാപ്പി ബിക്കോസ് എന്റെ ഒരു സന്തോഷം ഞാൻ പങ്കുവെച്ചു എന്നേ ഉള്ളൂ. സ്റ്റൈലിഷ് ആയിട്ടുള്ള നായകൻ അഭിനയിക്കുന്ന ഒരു സിനിമയ്ക്ക് സ്റ്റൈലിന് പേര് മതി എന്നായിരുന്നോ തീരുമാനം? ഈ സിനിമയുടെ പേര് ഏറ്റവും അവസാനമാണ് പ്ലേസ് ചെയ്തത്. ഞങ്ങള് സിനിമയ്ക്ക് ഒരു ടൈറ്റിൽ ഇല്ലല്ലോ ഈശ്വര എന്ന് പറഞ്ഞിട്ട് ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ എവറി നൗ ആൻഡ് ദെൻ ഞങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വാക്കായിരുന്നു, എടാ സ്റ്റൈലായിട്ട് ഷൂട്ട് ചെയ്യണം, സ്റ്റൈലായിട്ട് ഇത് ചെയ്യണം, എല്ലാം സ്റ്റൈലായിരിക്കണം, അത് കാണുമ്പോൾ തന്നെ അതായിരിക്കണം. ഈ സ്റ്റൈൽ എന്ന വാക്ക് കൂടുതൽ വയസ്സായിട്ടൊക്കെ എടാ നമുക്കൊരു സ്റ്റൈൽ എന്ന പേര് തന്നെ വെച്ചാലോ, നത്തിങ് എൽസ് റൈറ്റ്. അപ്പൊ എല്ലാം സ്റ്റൈലിഷ് ആണ്, സ്റ്റൈൽ എന്നായിക്കോട്ടെ. ആൻഡ് സ്റ്റൈൽ എന്ന് പേരിട്ട് എല്ലാവരും പറഞ്ഞു ഒരു സ്റ്റൈൽ, ഒരു സ്റ്റൈലിഷ് മൂവി തന്നെയാണ്, ഒരു ഫ്രെയിം സ്റ്റൈലിഷ് ആണ്. സോ ആ വാക്ക് ജെൽഡ് വെൽ. ചില സമയത്ത് പടം വിജയിക്കുമ്പോൾ പിന്നെ എല്ലാം ശരിയാണ്. ഡാൻസും സ്റ്റൈലിഷ്. അത് സിനിമയ്ക്ക് പേര് കൊടുത്തതിൽ മാത്രമാണോ അതോ ബാക്കി എല്ലാ കാര്യങ്ങളിലും ഈ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ അങ്ങനെ സജഷൻസ് പറയും. ഇറ്റ്സ് അപ് ടു ദം ഇഫ് ദേ ടേക്ക് ഇറ്റ്. ഐ തിങ്ക് ഞാൻ അങ്ങനെ മോശമായ അഭിപ്രായങ്ങളൊന്നും പറയാറില്ല. എല്ലാത്തിലും സിനിമ നമ്മുടെ ഞാനൊരു ഇത് വൺ മാൻ ഷോ ആയിട്ട് കാണാറില്ല. ഇറ്റ്സ് ജസ്റ്റ് എ ടീം എഫേർട്ട്. 10 പേര് നിൽക്കുമ്പോൾ 10 ബ്രെയിൻ വർക്ക് ചെയ്യും. 10 ബ്രെയിനിന്ന് 10 ഐഡിയാസ്. അതിന് ഏറ്റവും ടോപ്പ് ഐഡിയ എടുത്താൽ മതി. പിന്നെ ഡയറക്ടർ ആയാലും ഇവൻച്വലി ഡയറക്ടറിന്റെ പേരാ വരിക. നടൻ എന്ന ലെവലിൽ എന്റെ പേര് നടനായിട്ടേ വരുള്ളൂ. അപ്പോൾ ഇറ്റ്സ് ഓൾ ഫെയർ ഇനഫ്. നമ്മുടെ സിനിമ നന്നായ മതി എന്ന ഒരു കൺസെപ്റ്റിലാണ് ഞാൻ മുന്നോട്ട് പോകാറ്. അപ്പൊ കാസ്റ്റിംഗിന്റെ സമയത്തൊക്കെ ബാക്കി നടന്മാർ ഇന്നാള് മതി, നടിമാർ ഇന്നാള് മതി, എന്റെ നായകൻ ഇന്നാളായ കൊള്ളാം, ഞാൻ ചെറിയ രീതിയിൽ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. 2014 ഹിറ്റ് സമ്മാനിച്ച ആളല്ലേ? അതിന്റെ പേരിലല്ല, ജസ്റ്റ് ആയിട്ട് ഒരു അഭിപ്രായം മാത്രം. സിനിമാ ലോകത്ത് ഉണ്ണിയെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? ബാക്കിയുള്ളവർക്ക് എന്നെ കുറിച്ച് ഒരു പ്രീ കൺസീവ്ഡ് നോഷൻ ഉണ്ട്. ഭയങ്കര കലിപ്പാണ്, ദേശക്കാരനാണ്, മാച്ചോ അങ്ങനത്തെ സംഭവങ്ങൾ വരുമ്പോൾ ഓൾസോ എന്റെ എല്ലാം രജിസ്റ്റർ ആയ ക്യാരക്ടേഴ്സ് ആർ മോർ മാൻലി ടൈപ്പ് ഓഫ്. കേൽപത്ത് വാസ് വെൽ റിസീവ്ഡ്. പക്ഷെ അതില് ഉണ്ണിക്ക് കൂടുതൽ റൊമാൻസ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. ബട്ട് അതായിരുന്നു സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്തത്. ഈ സിനിമയിൽ വി ഹാവ് ജസ്റ്റ് ലെറ്റ് ലൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ സ്ലോ മോഷനിൽ നായികയെ ഫോളോ ചെയ്യുന്നു, അവള് വരുന്ന അങ്ങനെ സ്ലോ മോഷനിലും പാട്ട്, സ്ലോ മോഷനിൽ സ്ലോ മോഷന്റെ കളിയായിരുന്നു. ജീവിതത്തിൽ അങ്ങനെ സ്ലോ മോഷനിലൊക്കെ പോയിട്ടുണ്ട് ആരുടെങ്കിലും ഒക്കെ പുറകെ? സത്യം പറയണം, എനിക്ക് വളരെ നോർമലായ ലൈഫ് ഉണ്ടായിട്ടുണ്ട് ബിഫോർ ഐ ബിക്കേം എൻ ആക്ടർ. സോ അതും രജിസ്റ്റർ ആയ ആക്ടർ ആവണേയുടെ മുന്നേ. സോ ഐ ഹവ് ഡൺ ഓൾ ദോസ് തിങ്സ്. എനിക്കും എന്റേതായ ചിലൊരു ഗുഡ് മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരു പെങ്കുച്ചിനെ അങ്ങനെ ഉപദ്രവിക്കാൻ പോയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ അതിനെ കുറിച്ചാണ് ഇന്ന് റേഡിയോ മാംഗോ സ്പോട്ട്ലൈറ്റിൽ നമ്മൾ സംസാരിക്കാൻ പോണേ. അതിനായിട്ട് ഇവിടെ ഹോട്ട് സീറ്റിൽ ഇരിക്കുന്ന ആള് ദിസ് ഈസ് ഉണ്ണി വിത്ത് ശാലിനി. അതിന് ധൈര്യമായിട്ട് പറഞ്ഞോളൂ, ചെറുപ്പത്തിൽ എന്തൊക്കെ റൊമാൻറ്റിക് വികൃതികളാണ് നടത്തിയിട്ടുള്ളത്? സാധാരണ ഞങ്ങൾ ചെയ്യുന്ന സംഭവം എന്ന് വെച്ചാൽ, ഞങ്ങൾ എന്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഞങ്ങളൊരു പെൺകുട്ടിയുടെ അറ്റൻഷൻ എടുക്കുകയും ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണെങ്കിൽ ഞാൻ പോവും. ആൻഡ് അവള് നിൽക്കുമ്പോൾ ഞങ്ങൾ പോവും, ഡ്രസ്സ് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒറ്റ പോക്കാം, വെറുതെ പോവും. അപ്പോൾ പിന്നെ ഫ്രണ്ട്സ് പറയും ഇത് എന്താണ് ഇങ്ങനെ, ആൻഡ് ഷീൽ ബി ലൈക്ക് അവള് ഇനി നമ്മളെ നോട്ട് ചെയ്യും. 2 ദിവസം കഴിഞ്ഞാൽ പുള്ളിക്കാരത്തി ഇങ്ങോട്ട് നോക്കും. ഫൺ ആ ദിവസങ്ങളൊക്കെ ഓർക്കും. എന്റെ ഫ്രണ്ട്സിനെ, പഴയ ഫ്രണ്ട്സൊക്കെ ഞങ്ങൾ ഇരിക്കുമ്പോൾ വി യൂസ് ടു ഡിസ്കസ് അങ്ങനെയൊക്കെ. അപ്പൊ ശരിക്കും പെൺകുട്ടികളെ ഇംപ്രസ് ചെയ്യാനായിട്ട് ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത്? കൂടുതൽ എന്താ ചെയ്യണത്? ഇതൊക്കെ ഞാൻ ഇപ്പൊ ഡ്രസ്സ് നല്ലതാണെന്ന് പറഞ്ഞ് സൈക്കിള് എടുത്തിട്ട് ഫോളോ ചെയ്തിട്ടുണ്ട്. പിന്നെ ബൈക്ക് വന്നപ്പോ ബൈക്ക് ഫോളോ ചെയ്തിട്ടുണ്ട്. കാറൊക്കെ എത്തിയപ്പോ ആള് മാറി. എനിക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് ലെവലല്ല, ജസ്റ്റ് ദാറ്റ് ഈ ആൾക്കാർ അന്നൊന്നും ജഡ്ജ്മെന്റ് ഇല്ലല്ലോ. ഇപ്പൊ പെട്ടെന്ന് ആൾക്കാർ അറിയാം, ഡസന്റ് ഗിവ് എ ഗുഡ് ഐഡിയ. അത്രയാണ്. ആരെങ്കിലും ഇങ്ങോട്ട് വന്ന് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ? കുറച്ച് പേര് ചെയ്തിട്ടുണ്ട്. എന്താ എനിക്ക് പ്രപ്പോസൽ കിട്ടാൻ പാടില്ല. ഇവിടെയാണോ ഗുജറാത്തിലാണോ? ഗുജറാത്തിലും ഇവിടെയും ചെയ്തിട്ടുണ്ട്. സിനിമയിൽ വന്നതിന് ശേഷം സിനിമയിൽ വന്നതിന് ശേഷം ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ദാറ്റ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയായി പോയി. നമ്മൾ കരിയർ ഓറിയന്റഡ് ആണ്, ഇപ്പൊ കല്യാണം ഒന്നും നോക്കാൻ പറ്റില്ല. അതുകൊണ്ടൊക്കെ നമ്മളിങ്ങനെ. സിനിമ ഇൻഡസ്ട്രിയിൽ ആരെങ്കിലും? ഇല്ല, സിനിമ ഇൻഡസ്ട്രിയിൽ ആരുമില്ല. സത്യം സത്യം സത്യം. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പേര് പറഞ്ഞേ. പിന്നെ എനിക്ക് എന്തിനാ പേടിക്കേണ്ട? ഇതൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇഫ് സംതിങ് ഹാപ്പൻസ് ഐ വിൽ ബി ദ ഫസ്റ്റ് ടു ഷെയർ. നമ്പർ 1, സിനിമയിൽ കാലുവാരലുണ്ട്. യെസ് ഓർ നോ? യെസ്. ഉണ്ട്. ആരെങ്കിലും കാല് വാരിയിട്ടുണ്ടോ? പിന്നെ കുറെ പേര്. ഉണ്ണിയുടെ കാല് വാരിയിട്ടുണ്ടോ? പിന്നെ ഒരു ചാൻസ് കിട്ടിയാൽ ഞാൻ ഇയാളെ തല്ലും, അങ്ങനെ ആരെങ്കിലും ഒരാളുണ്ടോ? കുറെ പേരുണ്ട്. ഒരാളുടെ പേര് പറഞ്ഞേ. പേര് പറയാൻ പാടില്ല, പിന്നെ അടിക്കാൻ പറ്റില്ലല്ലോ. ചിലപ്പോ എനിക്ക് തിരിച്ചു തല്ലു കിട്ടോ.
എല്ലാ ദിവസവും മുടങ്ങാതെ പത്രം വായിക്കുന്ന ആളാ? അല്ല. നന്നായി പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ചോദ്യം ചോദിച്ചല്ലേ. ആദ്യമേ സമ്മതിച്ചു. ജിമ്മില് പോകും പക്ഷെ പത്രം വായിക്കുന്ന സമയമില്ല അല്ലേ? ജിമ്മിൽ ഞാൻ ഡെയിലി ഒന്നും പോറില്ല, വീക്ക്ലി ഒരു 3 ദിവസം അങ്ങനെ. ഇന്റിമേറ്റ് സീൻ ചെയ്യാനാണോ കോമഡി സീൻ ചെയ്യാനാണോ ഉണ്ണിമുന്തൻ ബെസ്റ്റ്? ഇപ്പൊ സ്റ്റൈലില് കുറച്ച് കോമഡി സീൻസ് ഉണ്ട്, ലൈക് സിറ്റുവേഷണൽ ഹ്യൂമർ ആയിരുന്നു. സോ ഐ വാസ് ലൈക് പ്രിറ്റി ഓക്കെ വിത്ത് ഇറ്റ്. ഇനിയിപ്പോ ഇന്റിമേറ്റ് സീൻ ആയാലും എനിക്ക് തോന്നുന്നു ലൈക്ക് ഐ ഹവ് ഗ്രോൺ മോർ ആസ് എൻ ആക്ടർ. ഇപ്പൊ എനിക്ക് ഇപ്പൊ പണ്ടത്തെ ആ ഒരു മടി ഉണ്ടാവും എനിക്ക് സംശയമുണ്ട്. ഇപ്പൊ ഉണ്ടാവില്ല. ഇല്ല ഇല്ല, ഇപ്പൊന്നുമില്ല. ഇന്റിമേറ്റ് സീനിൽ ഞാനൊരു സംഭവം തോന്നിയത് ഈ കഴിഞ്ഞ ഇത്രയും പടത്തിനിടയ്ക്ക് ഏത് സിനിമയിൽ ഏത് സീൻ ചെയ്തപ്പോഴായിരുന്നു? ഇന്റിമേറ്റ് ഞാൻ ഒരു സിനിമയിലും ചെയ്തിട്ടില്ല. പാതിരമണല്ലോ ചെയ്തിട്ടില്ലേ? അതൊരു പാട്ട് മാത്രമാണ്. അതിന്റെ പേരിൽ എന്തൊക്കെ ഗോസിപ്പായിരുന്നു ഇറങ്ങിയത്. അതെ, അത് ആ പാട്ട് അത്രയും ഞാനതിനെ ഭയങ്കര പോസിറ്റീവായിട്ട് എടുത്തായിരുന്നു. ഹാപ്പി അബൌട്ട് ഞാനൊരു കോംപ്ലിമെന്റ് ആയിട്ട് എടുത്തു. കളലക്ഷണം പിന്നെ മുഖത്ത് ഓൾറെഡി ഉള്ളത് കൊണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഉള്ളിലെ വികാരം എന്നുള്ളത്. ഇത് തന്നെ എന്റെ മനസ്സിലുള്ളത് ഞാൻ പറയും ചെയ്യും. അതാണ്. ഇല്ല, ഉണ്ണി മുകുന്ദൻ ഒരു സ്റ്റൈൽ ആൻഡ് ചെക്കനാണ്. യെസ് ഓർ നോ? യെസ് ഓർ നോ? കൂടുതൽ എനിക്ക് കേൾക്കണ്ട. ഉണ്ണിയെ ഇംപ്രസ് ചെയ്ത ഒരു നായികയുണ്ടോ മലയാള സിനിമയിൽ? നിത്യ മേനോൻ വാസ് ലൈക്ക് റിയലി ഗുഡ്. പിന്നെ സമൃദ്ധ സുനിൽ. കേൾട്ടൺ മലപ്പുറം രജിസ്ട്രേഷൻ ആണ്. അതെ. ഉണ്ണി മുകുന്ദന്റെ വണ്ടിയുടെ നമ്പർ തൃശ്ശൂരാണ്, KL8. ഒരെണ്ണേ ഉള്ളൂ. പിന്നെ ഒരെണ്ണുള്ളത് ഇവിടെയാണ്, ഗുജറാത്തിലാണ്. അത് GJ1. വേണ്ട, ഞാൻ ചോദ്യം പിൻവലിച്ചു വീണ്ടും. പിന്നെ ഒരു ബൈക്ക് ഉണ്ട്, അത് KL7 ആണ്. ആദ്യത്തെ വണ്ടി ബൈക്കായിരുന്നോ? ആദ്യത്തെ വണ്ടി ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്, GJ1 FH1559. ഈ സിനിമയിൽ 5 വർഷമായി വന്നിട്ട് ഈ 5 വർഷത്തിനിടയ്ക്ക് എത്ര പ്രാവശ്യം വണ്ടി മാറ്റി? 2 തവണ. അത്ര മാറ്റിയിട്ടുള്ളോ? മതിയോ? ആദ്യത്തെ 2 വർഷം ഉണ്ടായിരുന്നില്ല, പിന്നെ 1 വർഷം. അങ്ങനെ എന്റെ 6ാമത്തെ 7ാമത്തെ സിനിമയിലാണ് എനിക്ക് വണ്ടി മേടിക്കാനുള്ള ഒരു അവസ്ഥയിൽ ഞാൻ എത്തിയത്. അപ്പൊ ഞാൻ വണ്ടി മേടിച്ചു. പിന്നെ ഒരു വർഷം അത് കൊണ്ട് നടന്നു. പിന്നെ അത് വിറ്റു വേറെ വണ്ടി മേടിക്കാൻ. അപ്പൊ 5-8 മാസം ഞാൻ ഇങ്ങനെ തപ്പിക്കൊണ്ട് നടന്നു ഏത് വണ്ടി മേടിക്കേണ്ടത്. പിന്നെ KL10 ഞാൻ ഷൂട്ടിംഗ് സമയത്താണ് ഞാൻ എന്റെ അടുത്ത വണ്ടി മേടിച്ചത്. ഉണ്ണിയുടെ ഇനിയുള്ള വിശേഷണം ദ മോസ്റ്റ് എലിജിബിൾ ബാച്ചുലർ ഇൻ മോളിവുഡ്. ഉണ്ണി സിംഗിൾ ആണ്. ഇനിയിപ്പോ മിംഗിൾ ചെയ്യാൻ പോകുന്നതിന് മുന്നേ ഒരു നല്ല വീട്ടുകാരൻ കൂടിയാണോ ഉണ്ണി എന്നറിയാൻ പോണേ നമ്മള്? ഉണ്ണി കുക്ക് ചെയ്യോ? ചെറുതായിട്ട് പുട്ടൊക്കെ ഉണ്ടാക്കും, മുട്ടക്കറി എന്തെങ്കിലും ചെറുതായിട്ട്. ടേസ്റ്റിനെ കുറിച്ച് ചോദിക്കരുത്, ഉണ്ടാക്കും. ഒരു വീട് നന്നായിട്ട് കൊണ്ടുപോകാനൊക്കെ അറിയോ? ഇല്ല, അത് വളരെ മോശമാണ്. ഇപ്പൊ എനിക്ക് നീറ്റ്നെസ് അത്രയും മസ്റ്റാണ്. ബട്ട് 3 ദിവസമൊക്കെ ഞാൻ പിടിച്ചു നിൽക്കും. പിന്നെ 4ാം ദിവസം ഓരോ ദിവസം ഷർട്ട് ഇങ്ങനെ മാറുമ്പോ ഇങ്ങനെ ബെഡിൽ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. പിന്നെ ആദ്യം നിന്ന് നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കും, ഈശ്വര ഇത് തനിയെ അത് എണീറ്റ് കബോർഡിലേക്ക് പോയാൽ ഞാൻ 1 ഡേ ഒരുമിച്ച് എല്ലാം എടുത്തിട്ട് വാഷിംഗ് മെഷീനിൽ എടുത്ത് ഒറ്റപ്പെടാ. അപ്പൊ അത് ക്ലീൻ ആവും. ഞാൻ തന്നെ അത് ഐ എൻജോയ് മൈ ലൈഫ്. കല്ലിലടിച്ച് അലക്കാൻ അറിയോ? പക്ഷെ വാഷിംഗ് മെഷീൻ ആണ് ഇപ്പൊ ഉള്ളത് കൊണ്ട് പിന്നെ അങ്ങനെ അറിയോ? അല്ല, അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ ഇല്ലാത്ത സമയം ഉണ്ടായിരുന്നല്ലോ. ഞാൻ ബാച്ചിലറായിട്ട് താമസിക്കുമ്പോൾ തേവരയിൽ അന്ന് വാഷിംഗ് മെഷീൻ ഒന്നും ഇല്ല. അപ്പൊ നമ്മൾ തന്നെ പിന്നെ എനിക്ക് മറ്റേ തേങ്ങ ചേർക്കാനൊക്കെ അറിയാം. അതെനിക്കറിയാം. ഗുജറാത്തില് ഓണം ആഘോഷമൊക്കെ ഉണ്ടാവുമ്പോ തലേ ദിവസം പോയിട്ട് നമ്മൾ ഓണസദ്യ റെഡിയാക്കുമ്പോ എന്റെ ജോലിയായിരുന്നു ഈ തേങ്ങ. അപ്പൊ എന്റെ അമ്മ പറയും, ഇത്രയും ഇഷ്ടത്തോടെ നിനക്ക് വീട്ടിലെ അമ്മയ്ക്ക് ഇതൊന്നും ചെയ്തു തന്നൂടെ? അപ്പൊ ഞാൻ അതിലൊരു പഞ്ചില്ല. ഞാനൊരിക്കലും ബാക്ക് മസിൽ കാണുന്നുണ്ടാവും, പക്ഷെ ഐ തിങ്ക് ഞാൻ ഒരിക്കലും ഇങ്ങനെ ഷോ ഓഫിന് വേണ്ടിയിട്ട് ചെയ്തിട്ടില്ല. ബിക്കോസ് ഈ ഷർട്ട് ജിമ്മിൽ ഊരിയിട്ട് എനിക്ക് ഷർട്ട് ഇടുമ്പോഴാണ് ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യാറ്. ഇവിടെ ഷർട്ട് ഇട്ടിട്ടാ ഇരിക്കുന്ന കേട്ടോ. അല്ല, അടിച്ചു വരുമോ വീട്? അടിച്ചു വരും. തുടക്കിയോ? ചിലപ്പോ റെഗുലർ ആയിട്ടില്ല, ആഴ്ചയിൽ ഒരു ദിവസം ചിലപ്പോ. ഐ ഷുഡ് ബി ഇൻ എ വെരി ഗുഡ് മൂഡ്. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ എങ്ങനെയെങ്കിലും ഉടായ്പ കാണിക്കും. ഇങ്ങനെ തുണിയൊക്കെ ഇങ്ങനെ നനയ്ക്കും, പിന്നെ കാലുകൊണ്ട് തന്നെ ഇങ്ങനെ തുണി തനിയെ ഒന്ന് മോസ്റ്റ് ഓഫ് ദ തിങ് എനിക്ക് ചെയ്യാം. അത് ആ ലൈഫ് സ്റ്റൈൽ ഇഷ്ടമാണ്. ബിക്കോസ് നല്ലതാണ് വീട്ടുജോലികളൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ നല്ലതാണ്. വീട്ടുജോലി ചെയ്യുന്ന ആളാണ് ഉണ്ണി മുകുന്ദൻ. അപ്പൊ പിന്നെ ഉണ്ണി മുകുന്ദൻ ഒരു കല്യാണം കഴിക്കുകയാണെങ്കിൽ ആ പെൺകുട്ടി എങ്ങനെയായിരിക്കണം? വീട്ടുജോലി ചെയ്യണം. ചോദിച്ചൊക്കെ വെറുതെ. അല്ല, ഇഷ്ടം കൂടിയാ ഞാൻ ചിലപ്പോ സഹായിക്കും. ബട്ട് അതൊരു ശീലമാക്കരുത്. പടം ചെയ്യുമ്പോ ആരോടെങ്കിലും ഉപദേശം ചോദിക്കാറുണ്ടോ? ഇത് എങ്ങനെ ചെയ്താ എങ്ങനെ ഇരിക്കും? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ എന്റെ ഡയറക്ടറോട് മാത്രം ചോദിക്കും. ഇപ്പൊ ഈ അടുത്തായിട്ട് കുറെ ഫ്രണ്ട്സിന് സ്ക്രിപ്റ്റ് കിട്ടുമ്പോൾ ഞാൻ ഇങ്ങനെ അയച്ചു. ഇപ്പൊ തീരുമാനം എന്റെയാണ് ഏറ്റവും അവസാനം. ഐ ജസ്റ്റ് സീ ഹൗ ദേ റിയാക്ട് ടു ഇറ്റ്. ബിക്കോസ് എന്റെ സക്സസ് ആയാലും എന്റെ ഫെയിലിയർ ആയാലും അതിന്റെ റെസ്പോൺസിബിലിറ്റി എനിക്ക് മാത്രം ഉണ്ടായിരിക്കണം എന്ന് ഞാൻ വളരെ സ്ട്രിക്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് വെച്ചിട്ടുണ്ട്. നിർബന്ധമാണ്. എല്ലാവരും ബിസിയാണ് അവരുടെ ലൈഫിൽ. ഇപ്പൊ ഇനി എന്റെയും കാര്യം എടുക്കണം. ഐ തിങ്ക് ഐ മെച്ചുവേർഡ് ഒരാളാണ്. ഐ തിങ്ക് 28 വയസ്സായി. ഇപ്പൊ എനിക്ക് എന്റേതായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ വേറെ ജോലിക്ക് പോകണം. ഈ 28 വയസ്സായി ഇടയ്ക്കിടയ്ക്ക് പറയണ്ട കേട്ടോ. പ്രായത്തിലെ പെൺകുട്ടികളൊക്കെ കൊള്ളാലോ. 28 വയസ്സായി. സിംഗിൾ ആണല്ലോ അല്ലേ? അതെ, സിംഗിൾ ആണ്. റെഡി ടു മിങ്കിൾ? ഇല്ല, ഐ ഡോണ്ട് തിങ്ക് സോ. ആയിട്ടില്ല. കുറച്ച് 4-5 സോളോ ഹിറ്റ് കൂടി വരട്ടെ. അതെ, മേ ബി. ശരി, മലയാള സിനിമയിലെ 2 ലെജൻസിന്റെ പേര് പറയാൻ പറഞ്ഞ മമ്മൂക്ക, ലാലേട്ടൻ. ഉണ്ണിമുകുന്ദൻ ഇതിൽ
ആരുടെ ആളാന്ന് ചോദിച്ചാൽ എനിക്ക് മമ്മൂക്കയെ ഇഷ്ടമാണ്, ലാലേട്ടനും ഇഷ്ടമാണ്. മമ്മൂക്കയോട് കുറച്ച് ഒരു കൂടുതൽ താല്പര്യം കൂടുതലാണെന്ന് വെച്ചാൽ എനിക്ക് 3 സിനിമകൾ മമ്മൂക്കയോടൊപ്പം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എന്റെ ഫസ്റ്റ് സിനിമ റിലീസായത് മമ്മൂക്കയോടൊപ്പമാണ്. പിന്നെ മമ്മൂക്കയ്ക്കും അറിയാം, എല്ലാവർക്കും അറിയാം ഞാൻ ലാലേട്ടൻ ഫാനാണ്. ബിക്കോസ് ഞാൻ സ്പടികം സിനിമ കണ്ടിട്ടാണ് എനിക്ക് സിനിമയിൽ നായകനായ കൊള്ളാമെന്ന് തോന്നിയത്. ആൻഡ് ലാലേട്ടനെ കണ്ടപ്പോൾ ഇപ്പോഴും ഒരു ഫാൻ മൊമെന്റ് നമുക്ക് കിട്ടാറുണ്ട്. ഇപ്പൊ ഇന്നും മമ്മൂക്കനെ എത്രയോ തവണ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് എന്റെ ലൈഫിൽ ഞാൻ 2 ഫോട്ടോ മമ്മൂക്കയോടൊപ്പം എടുത്തേക്കണം. ഒരു തവണ ഒരു സെൽഫി ഉണ്ടായില്, ഒരെണ്ണം പിന്നെ ബോംബെ മാർച്ച് എന്ന സിനിമ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുമ്പോ 5:30 ഞങ്ങൾ ജിമ്മിൽ പോയി ഒരുമിച്ച് അപ്പോൾ എടുത്തൊരു ഫോട്ടോ ഉണ്ട്. ഈ ബോംബെ മാർച്ചിന്റെ സമയത്ത് തന്നെ മമ്മൂക്ക കാര്യമായിട്ട് ഉണ്ണിനെ വിറപ്പിച്ചു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഹോസ്പിറ്റൽ സീൻ ചെയ്യണ സമയത്തൊക്കെ. പക്ഷെ അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഇങ്ങനെ എനിക്ക് ബെൻഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ വരുന്നു, മമ്മൂക്ക അവിടെ ഇരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കുനിഞ്ഞ് മമ്മൂക്കനെ ഒന്ന് ടച്ച് ചെയ്യാൻ പാടില്ല, ജസ്റ്റ് ബിക്കോസ് ഒരു ഇല്യൂഷൻ ആയിരുന്നു അത്. അപ്പൊ ഞാൻ നടന്നു വരുന്നത്, അപ്പൊ എനിക്ക് ബെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല ബിക്കോസ് ഫുൾ ടൈറ്റ് ആയി പോയി, ഇങ്ങനെ ഫ്രോസൺ ആയി, ലൈക്ക് ഫ്രോസൺ. അപ്പൊ മമ്മൂക്ക പറഞ്ഞു മസിലൊന്നും വിട് എന്ന്. അപ്പൊ ഞാൻ മമ്മൂക്കയുടെ ലിറ്ററലി കൈയൊക്കെ ഇങ്ങനെ ഞാൻ മമ്മൂക്ക ഇപ്പൊ ലൂസായി. അപ്പൊ പുള്ളിക്കാരൻ ചിരിച്ചു. ആൻഡ് ഐ വാസ് ലൈക്ക് ഹാപ്പി. ആ ഷോട്ട് കഴിഞ്ഞു ആൻഡ് ദെൻ ഇറ്റ് വാസ് ഓൾ ഗുഡ്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ ഒരിക്കലും പുള്ളിക്കാരൻ ഒരു മെഗാസ്റ്റാർ എന്നൊരു ഇമേജ് എന്റെ മുന്നിൽ പ്രസന്റ് ചെയ്തില്ല. പിന്നെ ഫിറ്റ്നസ് ഓറിയന്റഡ് ഫ്രീക്ക് ആയതുകൊണ്ട്, ഫ്രീക്ക് എന്ന് ഉദ്ദേശിക്കുന്നില്ല, ജസ്റ്റ് ലൈക്ക് ഹീസ് ലൈക്ക് എ ഫിറ്റ്നസ് ഫ്രീക്ക്. അപ്പൊ അതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി ഒരു ഇഷ്ടം കൂടുതലാണ്. ഇതുപോലെ ലാലേട്ടന്റെ കൂടെ നമുക്ക് അഭിനയിച്ച് തകർക്കണ്ടേ? എന്റെ ഒരു സീരിയസ് ഒരു ആഗ്രഹമുണ്ട് ലാലേട്ടന്റെ ഒപ്പം ഒരു മാസ് മൂവിയിൽ ഒരു മാസ് വില്ലൻ ക്യാരക്ടർ ആരെങ്കിലും ഓഫർ ചെയ്താൽ തീർച്ചയായിട്ടും ചെയ്യും. ലാലേട്ടന്റെ വില്ലനായിട്ട് ലാലേട്ടന്റെ 2 ഇടി കൊടുക്കാൻ വലിയ ഇഷ്ടത്തിൽ നിൽക്കുക. വില്ലന്മാർക്കല്ല ഇടി കിട്ടുക, ആദ്യം കൊടുക്കുമ്പോഴാണ് തിരിച്ചിട്ടാ. ആ കൺസെപ്റ്റ് ദാറ്റ് ഈസ് ഒരു എവറി ബിഗ് ഹീറോ ഹാസ് എ ബിഗ് വില്ലൻ എന്നൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. അപ്പൊ ബാറ്റ്മാന്റെ വില്ലൻ, ജോക്കർ, അങ്ങനെയൊക്കെ ഭയങ്കര. ഞാൻ അങ്ങനെയൊന്നുമല്ല, ബട്ട് ജസ്റ്റ് ദാറ്റ് ആ ഒരു ഓറ നല്ലതാ. വിക്രമാദിത്യന്റെ മസിലണിയിലൂടെയാണ് ഉണ്ണിയുടെ മസിൽ ശരിക്കും സ്ഥാപിക്കപ്പെട്ടത് മലയാള സിനിമയിൽ. ഈ മസിലിനോടുള്ള ഇഷ്ടം പണ്ട് തൊട്ടേ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ടേ ഉള്ളതാണോ? ഓൾമോസ്റ്റ് ഞാൻ മസ്കുലർ ആയി. ഞാൻ 8th സ്റ്റാൻഡേർഡിൽ എക്സസൈസ് തുടങ്ങിയിട്ട് +2 ഒക്കെ ആകുമ്പോഴേക്കും PT എക്സാം ഉണ്ടായിരുന്നു സ്കൂളിൽ. PT എക്സാമിന് സാർ ഇങ്ങനെ പുഷപ്പ് അടിക്കാനൊക്കെ പറയും, പുഷപ്സ് ആൻഡ് ഓൾ. സോ ബാക്കിയുള്ള ഒരു 3, 4, 5 ഒക്കെ കൗണ്ട് വരുമ്പോൾ എന്റെ 45, 46 ഒരു ഗ്രൂപ്പ് ഓഫ് പയ്യന്മാരിങ്ങനെ ഒരു ശബ്ദം 45, 46, 40. ബിക്കോസ് ഞാൻ 8ാം ക്ലാസ് തൊട്ട് രാവിലെ 5 മണിക്ക് എന്നിട്ട് പുഷപ്പ് ചെയ്യുന്നുണ്ട്. ഒറ്റ പുഷപ്പ് ചെയ്യാൻ പറ്റാണ്ട് ഞാൻ മുട്ട് കുത്തി നിൽക്കും, ചെറിയ രീതിയിൽ എക്സസൈസ് ചെയ്യും. അപ്പോൾ കൈയൊക്കെ ഇങ്ങനെ സ്ട്രോങ് ആയി വന്നിട്ട് പിന്നെ 150 പുഷപ്സ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്കൊന്നും പറ്റില്ല. ഇപ്പൊ കോമ്പീറ്റ് ആരെങ്കിലും പറയാൻ ഞാൻ ഒരു 50 ഞാൻ അടിക്കും. അതെ 50 എനിക്ക് അടിക്കാൻ പറ്റും. അങ്ങനെ നിൽക്കുമ്പോൾ സാർ ഇങ്ങനെ പുള്ളപ്സ് അടിക്കാനുള്ള ഇത്. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ എന്റെ ബാക്ക് മസിൽസ് ഇങ്ങനെ പുറത്തേക്ക് വരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ബാക്ക് മസിൽസ് വരും. അപ്പൊ ശരി. അപ്പൊ സംഭവം എന്ന് വെച്ചാൽ എനിക്ക് ഷർട്ട് ഊരണം, ഞാൻ എക്സസൈസ് ചെയ്യണം. അപ്പൊ ഞാനത് ഭയങ്കര സിമ്പിൾ ആയിട്ട് ഷർട്ട് ഊരിയിട്ട് ഇങ്ങനെ ഞാൻ വേറൊന്നും മൈൻഡ് ചെയ്തില്ല. പുള്ളപ്സ് ഒക്കെ കഴിഞ്ഞപ്പോൾ സാറ് ഭയങ്കര ഇംപ്രസ് ആയിട്ട് പറഞ്ഞു നല്ലതാണ്, ഫിറ്റ്നസ് നല്ലതാണ് അങ്ങനെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ തിരിയുമ്പോൾ മറ്റേ സ്ലോ മോഷനിൽ എനിക്ക് എന്റെ ക്ലാസ്സിൽ നിൽക്കുന്ന എല്ലാ പെൺകുട്ടികളുടെ മുഖം ഇങ്ങനെ ഓർമ്മയുണ്ട്. ഫ്രണ്ട്സും എല്ലാവരും. എനിക്ക് ഒരു അഡിക്ഷൻ വന്നത് അപ്പോഴാണ്. ബിക്കോസ് ഒരു ബോഡി ഷോനെക്കാട്ടും കൂടുതലായിരുന്നു അത്. ഇറ്റ്സ് ലൈക്ക് ഭയങ്കര ഒരു വേറെ തരത്തിലുള്ള ഒരു റെസ്പെക്റ്റ് ആയി. ആ ഒരു സാധനം ഇന്നും മറന്നിട്ടില്ല. സ്ലോ മോഷനിൽ തിരിക്കുന്ന എല്ലാവരും. ആൻഡ് ഇമാജിൻ ഇങ്ങനെ ഇന്ത്യ ഇസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ സൈലന്റ് അടിക്കും, ഓൾ ഇന്ത്യൻസ്. അപ്പൊ ബാക്കിൽ ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ ഷോൾഡറിലൂടെ കൈവച്ച് ദേ ഫീൽ ദ മസിൽ. അപ്പൊ എന്നോട് ചോദിക്കും ഇതെന്താണ് ഇതിവിടെ? ഞാൻ മസിൽ. ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഒരിക്കലും സിനിമയിൽ വരാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മോഡലിംഗ് ചെയ്യാനോ ഞാൻ 6 പാക്കോ അതൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ എപ്പോഴും പറയുന്നത് 6 പാക്ക് എല്ലാവർക്കും ഉണ്ട്. എക്സസൈസ് ചെയ്യുന്നവന്റെ 6 പാക്ക് വിസിബിൾ ആയിരിക്കും. ഒരിക്കലും മാർക്കറ്റിൽ പോയിട്ട് 6 പാക്ക് തരൂ എന്ന് പറഞ്ഞാൽ കിട്ടില്ല. അത് കുറച്ച് അധ്വാനിക്കണം. ഞാൻ എന്റെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു ഇൻഷുറൻസ് പോളിസി പോലെയാണ് ഞാൻ കാണുന്നത്. ബിക്കോസ് ഐ തിങ്ക് 45-50 ഞാൻ ഏകദേശം ഫിറ്റ് ആയിരിക്കും. 2011 സീഡൻ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ഗുജറാത്തിൽ നിന്ന് വണ്ടി കയറുമ്പോൾ എന്തായിരുന്നു ഉണ്ണിയുടെ ഒരു സ്റ്റേറ്റസ്, ഒരു പ്രൊഫൈല്? ഞാൻ അന്ന് സിനിമ ഒക്കെ വേണ്ടെന്ന് വെച്ച് ആർമി ജോയിൻ ചെയ്യാൻ നിൽക്കായിരുന്നു. അതിന് വേണ്ടിയിട്ടാണോ മസിലൊക്കെ പെരുപ്പിച്ചു തുടങ്ങിയെന്നേ? ഞാൻ അന്ന് അല്ലെങ്കിലും ഞാൻ 8th സ്റ്റാൻഡേർഡ് തൊട്ട് തന്നെ എക്സസൈസ് ഒക്കെ ചെയ്തു. ബിക്കോസ് എനിക്ക് ചെറുപ്പത്തിൽ ആസ്മ, മലേറിയ ഒക്കെ ഇമ്മ്യൂണിറ്റി ഭയങ്കര മോശമായതുകൊണ്ട് ഇങ്ങനെ ഞാൻ പോയപ്പോൾ പിന്നെ ലക്കിലി മിറാക്കുലസ്ലി എനിക്ക് ആ സിനിമ കിട്ടി. ഈ റൗണ്ടിൽ ഞാൻ കുറച്ച് വാക്കുകളൊക്കെ പറയും. ആ വാക്ക് കേൾക്കുമ്പോൾ എന്താണോ ആദ്യം മനസ്സിൽ വരുന്നത് അതങ്ങോട്ട് പറയാം, അത്രേ ഉള്ളൂ. വാട്ട് കംസ് ടു യുവർ മൈൻഡ് ഫസ്റ്റ് എന്നുള്ളത് മാത്രം പറയാം. സ്റ്റൈൽ ഉണ്ണി, ബാക്കിയോട് പറയണല്ലോ. ഉണ്ണി മുകുന്ദൻ എന്ന് പറയണല്ലോ. മഞ്ചത്തിക്കുട്ടി, നിത്യ മേനോൻ, മഞ്ചത്തിക്കുട്ടി. ബി പഠിക്കുന്ന സിനിമ ട്രിവാൻഡ്രം. കേക്കണ്ട. മസിലളിയൻ ഉണ്ണി മുകുന്ദൻ അല്ലാതെ ഭയങ്കര ടഫാ ചോദ്യമാണ്. മലയാള സിനിമയില് മസിലളിയൻ മലയാള സിനിമയില് ഞാനേ ഉള്ളൂ, വേറെ ആരും ഇല്ല. സീരിയസ്ലി വേറെ ആരുമില്ലേ? പൃഥ്വിരാജ്. ഹിറ്റ്
സിനിമ എന്ന് പറയുമ്പോ സ്റ്റൈൽ. ഓ ഈ സാധാരണ രീതിയിൽ ആൾക്കാർ കോൺസിക്വൻസിനെ കുറിച്ച് മീൻസ് ഇത് ഒരു കാര്യം ചെയ്യുമ്പോൾ ഇങ്ങനെ സംഭവിക്കും, അതുകൊണ്ട് പലതും ചെയ്യാണ്ട് പോകും ആൾക്കാർ. ഞാൻ അങ്ങനെ കൂടുതൽ ചിന്തിക്കാറില്ല. ഒരു കാര്യം തോന്നിയാൽ അത് ചെയ്യാം. ഈ റൗണ്ടിൽ ഉണ്ണിയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള മലയാള സിനിമയിലെ കുറച്ച് ആൾക്കാരെ കുറിച്ചുള്ള അഭിപ്രായം ഒറ്റ വാക്കിൽ പറയണം. അധികം ആലോചിക്കരുത്, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മതി. തുടങ്ങാം. കുഞ്ചാക്കോ ബോബൻ സ്വീറ്റ് ആണ്. ആസിഫ് അലി നോട്ടിയാണ്. പേർലി മാനി ബ്രൈറ്റ് ആണ്. ഓ ലാൽ ജോസ് ലവബിൾ ആണ്. ദുൽഖർ സൽമാൻ ഫ്രണ്ട് ആണ്. അനൂപ് മേനൻ ഓൾമോസ്റ്റ് പെർഫെക്റ്റ്. ശാലിനി ക്യൂട്ടാണ്. അതെനിക്ക് പിടിച്ചു. എന്നെ ഞാൻ ആരെയും കാണിക്കില്ല, ഇവിടെ വരുന്നവര് മാത്രം പറഞ്ഞാൽ മതി. താങ്ക് യു ഉണ്ണി, താങ്ക്സ് എ ലോട്ട്. ഇനി അടുത്ത പടം ഹിറ്റ് ആവുമ്പോൾ ഇതുപോലെ വരണം കേട്ടോ. തീർച്ചയായിട്ടും. അന്ന് എന്നോട് പറയാത്ത കാര്യങ്ങളോട് പറഞ്ഞേക്കണം. ഷുവർ. So that was a match. Unni Mukundan on Radio Mango 919.